ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പെരുന്നാൾ ചിത്രങ്ങളെല്ലാം തിയേറ്ററിലെത്തി. ആദ്യം തിയേറ്ററിലെത്തിയത് രൺബീർ കപൂർ നായകനായിട്ട് എത്തിയിട്ടുള്ള ദുരന്തർ സിനിമയാണ്. അതിനുശേഷം നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തിട്ടുള്ള ആട് 3. പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ ഭീഷ്മർ, ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, യൂത്ത് എന്ന് പറയുന്ന സിനിമ. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു സംഭവം. ഈ 4 സിനിമകളും പുതിയ റിലീസായിട്ട് വന്ന സിനിമകളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സിനിമ കൂടെ നമ്മൾ ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ കാണാൻ കേട്ടോ, കൂടോത്രം എന്ന സിനിമ. ഇപ്പോൾ ഏതാണ്ട് ഒരു 50 ഡേയ്സിലേക്ക് എത്തുകയാണ് ഈ ഒരു സിനിമ. നമ്മുടെ എഴുപുന്ന ബൈജു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഇതിനകത്ത് മെയിൻ ഹീറോ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഞാൻ ഈ സിനിമ റിലീസ് ചെയ്ത ആ ദിവസം തന്നെ പോയി കണ്ടൊരു സിനിമയായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടാണ് ആ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഡയറക്ഷനാണ് ഈ ഒരു സിനിമ. പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന സാധനം വേറെ ലെവലായിരുന്നു കേട്ടോ. പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സിനിമ. കാരണം പുള്ളി എന്ന് പറയുന്ന ഒരു കലാകാരനെ പുള്ളി തന്നെ വേണ്ടി വന്നു അത് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പം എനിക്ക് മനസ്സിലായി. കാരണം പുള്ളി ഒരുപാട് സിനിമകളിൽ സൈഡ് റോളുകളും അത്യാവശ്യം നല്ല റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ അത് പുള്ളി തന്നെ വേണ്ടി വന്നു എന്നുള്ള 2 പെമ്മക്കൾ, 2 ഇരട്ടക്കുട്ടികളുടെ അച്ഛനായിട്ടാണ് ഇതിനകത്ത് പുള്ളി ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഇടുക്കിയാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ. മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആണെങ്കിലും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ. ഇത് കൂടോത്രം എന്നാണ് ആ സിനിമയുടെ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഒരു മുട്ടയ്ക്കകത്ത് കൂടോത്രം എന്ന് എഴുതിയിട്ട് ആ ഒരു സംഭവം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇത് അതുപോലെ തന്നെ CG വർക്കാണെങ്കിലും അതുപോലെ തന്നെ ഗ്രാഫിക്സ് ആണെങ്കിലും ഒക്കെ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ളൊരു സിനിമ. ഏതാണ്ട് ഈ ഒരു സിനിമ ഇത്രയധികം ഭംഗിയായിട്ടത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒരു കഴിവ് തന്നെ. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ചിത്രമാണ് ഇത്. കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. എനിക്ക് അവസാനം ബൈജുവിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു ചേഞ്ചസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ഗംഭീര സാധനം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഏതായാലും 50 ഡേയ്സിലേക്ക് ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഈ കാലഘട്ടത്തിലൊക്കെ ഒരു സിനിമ 50 ദിവസമൊക്കെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. എത്ര വലിയ സിനിമ ആണെങ്കിലും ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് വാഷ് ഔട്ടായി പോകും. പക്ഷേ ഇപ്പോഴും സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് ഈ സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്റ്റഡി കളക്ഷനിൽ ഇപ്പോൾ ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 50-ാം ദിവസത്തിലേക്ക് ഇപ്പം വലിയ ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണ് ആട് എന്ന് പറയുന്ന സിനിമ. ഏതാണ്ട് 60 കോടി അടുത്താണ് ആ സിനിമയുടെ ഒരു മുതൽ മുടക്കം എന്നുള്ളത്. പക്ഷേ സിനിമ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല എന്നുള്ളതാണ്. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടോത്രം എന്ന് പറയുന്ന സിനിമ ഒരു രക്ഷയില്ല. നിങ്ങൾ മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമയാണ്. അതുപോലെ തന്നെ ആ ഇടുക്കിയുടെ ഒരു മനോഹാരിതയും നല്ല പാട്ടും ഇമോഷണൽ രംഗങ്ങളൊക്കെ പുള്ളി അനായാസമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഈ സിനിമയെക്കുറിച്ചിട്ട് ഇത് പറയാനായിട്ടുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിനിമകൾ റിലീസ് ചെയ്ത സമയത്ത് 50-ാം ദിവസത്തിലേക്ക് ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചത്. കാരണം നിങ്ങൾ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ സമയമായതുകൊണ്ട് വെക്കേഷൻ സമയമാണ്. കുടുംബസമേതം തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് കൂടോത്രം. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം, കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ. കാരണം ഒരു എപ്പോഴും നമ്മൾ മലയാളി പ്രേക്ഷകർ നല്ലതിനെ സ്വീകരിക്കുന്നവരല്ലേ. അപ്പം നല്ല സിനിമകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്ററിൽ പോയി അത് കണ്ട് അത് വിജയിപ്പിക്കുക. പോരാത്തതിന് പുള്ളിയുടെ ഡയറക്ഷൻ അതൊന്നും പറയാനില്ല. പുള്ളി നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് എല്ലാം സൂപ്പറാണ്. നിങ്ങളെന്തായാലും സിനിമ തിയേറ്ററിൽ കാണാത്തവരാണെങ്കിൽ മസ്റ്റ് നിങ്ങൾ തിയേറ്ററിൽ കാണണം. ഇനിയിപ്പോൾ അടുത്ത് തന്നെ സിനിമ OTT-യിലേക്ക് എത്തും. പക്ഷേ OTT-യിൽ കാണുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ഈ സിനിമ എന്താണ് എന്ന് നമ്മൾ ഒന്ന് ആസ്വദിച്ച് കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.